ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളറിന്റെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റർഫേസിംഗ് ചിപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. 8086 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 80286 ആൻഡ് 80386 ആണ്. അതിന്റെ ബേസിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതിന്റെ 80286ഉം 80386ന്റെ ഒരു കമ്പാരിസൺ ഒന്ന് ഓർത്തിരിക്കുക. So 80286 versus 80386. അപ്പോൾ 80286 എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് മ്യൂപ്പിയാണ്. ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. 80286 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് മ്യൂപ്പിയാണ്. 80386 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് മ്യൂപ്പിയാണ്. അപ്പോൾ ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ 16 ബിറ്റ് ആൻഡ് 32 ബിറ്റ്. നെക്സ്റ്റ് 80286 എന്ന് പറഞ്ഞാൽ 24 ബിറ്റ് അഡ്രസ് ബസ് ആണ്. 24 bit address bus, and 80386 is having 32 bit address bus. അപ്പം 16 ബിറ്റ് ഡേറ്റ അല്ലെങ്കിൽ 16 ബിറ്റ് മ്യൂപ്പി ആണ്, അല്ലെങ്കിൽ 24 ബിറ്റ് അഡ്രസ് ആണ് ആർക്ക് 80286ന്. 80386 ആണെങ്കിൽ 32 ബിറ്റ് മ്യൂപ്പി ആണ്, 32 ബിറ്റ് അഡ്രസ് ബസ്സും ആണ്. അപ്പം സോ സിൻസ് ഇറ്റ് ഹാവ് 24 അഡ്രസ് ബസ്, ഇറ്റ് ക്യാൻ അഡ്രസ് അപ് ടു 16 MB ഓഫ് ഫിസിക്കൽ മെമ്മറി. Whereas 80386 can address up to 4 GB of physical memory. Okay, അപ്പം 3 points നമുക്ക് കിട്ടി. 16 bit ആണ്, 24 address bus ആണ്, so it can address up to 16 megabytes of physical memory. അതുപോലെ തന്നെ 80386 32 bit ആണ്, 32 address bus ആണ്, 32 bit address bus ആണ്. അതുപോലെ it can address up to 4 gigabytes of physical memory. Then next ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, 80286 is having 6 byte prefetch queue. ഇതിന് 6 byte prefetch queue ആണ്. ഇതിനാണെന്നുണ്ടെങ്കിൽ 16 byte prefetch queue ആണ്. അപ്പോൾ 80286ന് 6 byte prefetch queue ആണ്, 80386ന് 16 byte prefetch queue ആണ്. അപ്പോൾ ഇതിനകത്തെല്ലാം പൈപ്പ് ലൈനിങ് പോസിബിൾ ആണ് 80286 386ലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യൂ എന്നുള്ളതിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നമുക്ക് ഇറ്റ് ക്യാൻ ഫെച്ച് അപ് ടു 6 byte ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ഇൻ ദി പൈപ്പ് ലൈൻ, ആൻഡ് ഹിയർ ഇറ്റ് ക്യാൻ ഫെച്ച് അപ് ടു 16 byte ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം 6 ആണ് 80286ൽ, 16 byte ആണ് 80386ൽ. ദെൻ ഒരു പോയിന്റ് നെക്സ്റ്റ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ 80286ൽ 80286 1 GB of virtual memory ആണ്. 1 GB of virtual memory ആണ് per task. ഇവിടെയാണെങ്കിൽ 80386ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 64 terabytes terabytes of virtual memory per task. അപ്പോൾ ഇവിടെ 1 GB of virtual memory per task ആണ് 80286ൽ. അതുപോലെ 80386 ഒരുപാട് വെർച്വൽ മെമ്മറിയുടെ സൈസ് ഒരുപാട് കൂടുതലാണ്, 64 TB ആണ്, ടെറാബൈറ്റ്സ് ആണ്. അപ്പോൾ 80286ൽ 1 GB of virtual memory and 80386 having 64 terabytes of virtual memory. നെക്സ്റ്റ് ഇതിനകത്ത് രണ്ടിലും ഓൺ ചിപ്പ് ക്യാഷ് ഇല്ല. അപ്പം അതിന് ഡിഫറൻസ് ആയിട്ടല്ല, ഒന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ഓൺ ചിപ്പ് ക്യാഷും ഇല്ല, രണ്ടെണ്ണത്തിനകത്തും ഓൺ ചിപ്പ് പ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റും ഇല്ല. ഇതിന്റെ ഹയർ പ്രോസസ്സറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൺ ചിപ്പ് പ്ലോട്ടിംഗ് യൂണിറ്റും ഓൺ ചിപ്പ് ക്യാഷും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇതിനകത്ത് 80286ലും 80386ലും ഓൺ ചിപ്പ് ക്യാഷും ഇല്ല, അതുപോലെ തന്നെ ഓൺ ചിപ്പ് പ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റും ഇല്ല. ക്യാഷ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫാസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രണ്ടിലും ഓൺ ചിപ്പ് ക്യാഷ് മെമ്മറി ഇല്ല, അതുപോലെ തന്നെ ഓൺ ചിപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റും ഇല്ല. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത് 806 എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോൾ 80286 അലൗസ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറീനെ സെഗ്മെന്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ 80286 എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ പോസിബിൾ ആണ്. ഇവിടെ പേജിങ് വിത്തിൻ സെഗ്മെന്റ്. ഇപ്പൊ സെഗ്മെന്റേഷൻ അകത്ത് തന്നെ പിന്നെ പേജിങ് എന്നൊരു പ്രോസസ്സും കൂടെ നടക്കുന്നു. വീണ്ടും ആ ഒരു
ആ ഒരു സെഗ്മെന്റിനെ വീണ്ടും പേജിങ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം 8028-6-ലാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റേഷൻ മാത്രമേ ഉള്ളൂ. 80-386-നാണെന്നുണ്ടെങ്കിൽ പേജിങ് വിത്തിൻ സെഗ്മെന്റ്. സെഗ്മെന്റിനകത്ത് വീണ്ടും പേജിങ് നടക്കുന്നുണ്ട്. സെഗ്മെന്റേഷൻ ഈസ് ഓൾ റിലേറ്റഡ് ടു മെമ്മറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 80-286, 80-386 ഓർത്തിരിക്കുക. ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പോയിന്റ് 80-286 16 ബിറ്റ് ആണ്. 80-386 32 ബിറ്റ് ആണ്. Then 80-286 24-bit address bus ആണ്. 80-386 32-bit address bus ആണ്. അതുകൊണ്ട് തന്നെ 80-286 can address up to 16 MB of physical memory and 80-386-ലാണെന്നുണ്ടെങ്കിൽ 4 GB of physical memory. Then Qന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 80-286-ന് 6 byte Q ആണ്. 386-ന് 16 byte Q ആണ്. വെർച്വൽ മെമ്മറി പറയുവാണെന്നുണ്ടെങ്കിൽ 80-286-ന് 1 GB ആണ്. 80-386-ന് 64 TB ആണ്. അതുപോലെ രണ്ടെണ്ണത്തിന് ഓൺ ചിപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഇല്ല, അതുപോലെ ഓൺ ചിപ്പ് ക്യാഷ് ഇല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ 80-286 segmentation only, then 80-386 having paging within segment. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ള പോർഷനിൽ നിന്ന് നോക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് മൈക്രോ കൺട്രോളർ. അപ്പം നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് 8051 മൈക്രോ കൺട്രോളർ ആണ്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് എല്ലാം പറയുന്നുണ്ട് സിലബസിൽ. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. സോ 8051 മൈക്രോ കൺട്രോളർ, ഈ ഫീച്ചേഴ്സ് എന്തായാലും പഠിച്ചിരിക്കുക. 8051 എന്ന് പറഞ്ഞാൽ ഒരു 8-bit മൈക്രോ കൺട്രോളർ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് എൻ 8-bit ഡേറ്റ ലൈൻ ആൻഡ് ഹാവിങ് 16-bit അഡ്രസ് ലൈൻ. സോ ഇറ്റ് ഈസ് എൻ 8-bit മൈക്രോ കൺട്രോളർ. അതിൻ്റെ അഡ്രസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ 16-bit ആണ്. അതുപോലെ അതിനകത്ത് 8-bit CPU ആണ് വിത്ത് രജിസ്റ്റേഴ്സ് A and B. Then 16-bit program counter and data pointer. അപ്പോൾ ഡേറ്റ പോയിന്ററും പ്രോഗ്രാം കൗണ്ടറും 16-bit ആണ്. ദെൻ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ 8-bit ആണ് അല്ലേ. ഫ്ലാഗ് ബിറ്റ് ഉള്ള പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ 8-bit ആണ്. അതുപോലെ 8-bit സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്. സ്റ്റാക്ക് പോയിന്റർ 8-bit ആണ്. അതിനകത്ത് ഇന്റേണൽ റോം ഓഫ് 4 KB ആൻഡ് ഇന്റേണൽ റാം ഓഫ് 128 byte. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. 8051-ൻ്റെ ഇന്റേണൽ റോം എന്ന് പറഞ്ഞാൽ 4 KBയും ഇന്റേണൽ റാം എന്ന് പറഞ്ഞാൽ 128 byte ആണ്. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് നോക്കിയപ്പം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസ്സറിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് തന്നെ അതിനകത്ത് ഇന്റേണൽ ആയിട്ട് ഓൺ ചിപ്പ് റാമും റോമും എല്ലാം ഉണ്ട്. മൈക്രോ കൺട്രോളറിനകത്ത് ഓൺ ചിപ്പ് റാം, റോം, ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, പോർട്സ് എല്ലാം നമുക്ക് ഒരു ചിപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സി പി യു കൂടാതുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. അപ്പം മൈക്രോ കൺട്രോളർ 8051-ലുള്ള മൈക്രോ കൺട്രോളറിനകത്തുള്ള റാമിൻ്റെയും റോമിൻ്റെയും സൈസ് ഓർത്ത് വെക്കുക. റാം എന്ന് പറഞ്ഞാൽ 4 KB, RAM is 128 bytes and ROM is 4 KB. Next is it has 32 IO pins arranged as 4 8-bit port P0 to P3. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 4 പോർട്സ് ആണ്. 4 പോർട്ടും 8 ബിറ്റ്സ് വീതമാണ്. P0, P1, P2, P3. അങ്ങനെ മൊത്തം 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, അതിന് കണക്ട് ചെയ്തിട്ടുള്ള പിൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് 32 പിൻസ് അല്ലെങ്കിൽ 32 പോർട്സ് ഉണ്ട്. ഈ 32 പോർട്സിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. P0, P1, P2, P3. Then it is having 2 16-bit timer or counter. അതിനകത്ത് 2 16-bit timer അല്ലെങ്കിൽ 2 16-bit counters ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കൗണ്ടറിൻ്റെ ബിറ്റ് ലെങ്ത് ഒന്ന് ഓർത്തിരിക്കുക, 16-bit ആണ്. Then full duplex serial data buffer. അപ്പം സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഫുൾ ഡ്യൂപ്ലെക്സ് ആയിട്ടുള്ള ഒരു സീരിയൽ ഡേറ്റ ബഫർ ഉണ്ട്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്മിഷനും റിസപ്ഷനും പോസിബിൾ ആയിട്ടുള്ള ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് സീരിയൽ ഡേറ്റ ബഫർ ഉണ്ട്. ദെൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ് TCON, TMOD, PCON, IE ആൻഡ് IP. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം നോക്കും.
അപ്പം ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ് TCON, TMOD, PCON, IE ആൻഡ് IP. ദെൻ 2 എക്സ്റ്റേണൽ ആൻഡ് 3 ഇന്റേണൽ ക്ലോക്ക് രജിസ്റ്റേഴ്സ്. അപ്പം 3 ഇന്റേണൽ ക്ലോക്ക് രജിസ്റ്റേഴ്സും 2 എക്സ്റ്റേണൽ ക്ലോക്ക് രജിസ്റ്റേഴ്സും ഉണ്ട്. ദെൻ ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക് സർക്യൂട്ട്സ് ഇല്ലേ, 1 മെഗാഹെഡ്സ് തൊട്ട് 16 മെഗാഹെഡ്സ് വരെയുള്ള ഓസിലേറ്റർ ആൻഡ് ക്ലോക്ക് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് അത് 8 ബിറ്റ് ആണ്, 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്, 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ആണ്, ദെൻ 8 ബിറ്റ് CPU വിത്ത് രജിസ്റ്റേഴ്സ് A ആൻഡ് B, പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിന്ററും 16 ബിറ്റ് ആണ്, സ്റ്റാക്ക് പോയിന്റർ 8 ബിറ്റ് ആണ്, അതുപോലെ തന്നെ റാമിൻ്റെ സൈസ് 128 ബൈറ്റ്, റോമിൻ്റെ സൈസ് 4 കിലോ ബൈറ്റ്. അതുപോലെ തന്നെ 8 ബിറ്റ് ആയിട്ടുള്ള 4 പോർട്സ് ഉണ്ട്, അതിനെല്ലാം കൂടെ 32 പിൻസ് അവൈലബിൾ ആണ്. 16 ബിറ്റ് ആയിട്ടുള്ള 2 ടൈമേഴ്സ് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ 8051ൻ്റെ ഫീച്ചേഴ്സിൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആർക്കിടെക്ചർ ഓഫ് 8051. അപ്പം നമ്മൾ ആർക്കിടെക്ചർ ഓഫ് 8051 നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗർ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെ ഇതിനകത്തുള്ള ഫിഗർ നമുക്ക് ഒരു ഓർമ്മ വരണം. ഇപ്പം നമുക്കറിയാം ഓൺ ചിപ്പ് റാം ഉണ്ട്, ഓൺ ചിപ്പ് റോം ഉണ്ട്, ഓൺ ചിപ്പ് റാം ഉണ്ട്, ദെൻ എന്താണ് CPU ഉണ്ട്, ദെൻ ഇൻറപ്റ്റ് കൺട്രോൾ, ദെൻ IO പോർട്സ് 4 അല്ലേ, P0 P1, ദെൻ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ സീരിയൽ പോർട്ട്, ദെൻ ടൈമർ 0, ടൈമർ 1. അപ്പോൾ ഇത്രയും ചേർന്നതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബേസിക്കലായിട്ട് ഒരു മൈക്രോ കൺട്രോളർ എന്തൊക്കെയുണ്ട്, 8051നകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം അല്ല, ഇതൊരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആണ്. നമുക്ക് ഇനി ഓരോ ബ്ലോക്കിൽ ഇതിനകത്ത് ഇന്റേണൽ ആർക്കിടെക്ചറിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. അപ്പോൾ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർക്കാം അല്ലേ. ഇതിനകത്ത് CPU ഉണ്ട്, ഓസിലേറ്റർ, IO പോർട്സ്, ദെൻ സീരിയൽ പോർട്ട്, ടൈമേഴ്സ്, ദെൻ റാം, റോം, ദെൻ 4 ഇൻറപ്റ്റ് കൺട്രോൾ. അപ്പോൾ ദിസ് ഈസ് ദി ബേസിക് ആർക്കിടെക്ചർ ഓഫ് എ 8051 മൈക്രോ കൺട്രോളർ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ ആർക്കിടെക്ചറും ഒന്ന് നോക്കാം. So the architecture of 8051 contains program counter and data pointer, then A and B register, flag and program status word, internal memory, IO ports and latches, special function registers. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും 8051ൻ്റെ ആർക്കിടെക്ചറിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ഡേറ്റ പോയിന്റർ. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിന്ററും 16 ബിറ്റ് ആണെന്ന് അല്ലേ. അതുപോലെ തന്നെ ഈ ഡേറ്റ പോയിന്റർ തന്നെ നമുക്ക് അപ്പറും ലോവറും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡേറ്റ പോയിന്റർ ഹയർ ഓർഡർ ബിറ്റ്സും ഡേറ്റ പോയിന്റർ ലോവർ ഓർഡർ ബിറ്റ്സ്. അപ്പോൾ ഇതൊരു 8 ബിറ്റ്, ഇതൊരു 8 ബിറ്റ്, ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. സോ DPTR is a 16-bit register which contains DP higher order and DP lower order having 8 bits each. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കുക. അതുപോലെ പ്രോഗ്രാം കൗണ്ടർ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ the program instruction bytes are fetched from the location the memory that are addressed by the program counter. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെ ഇരിക്കുന്നതെന്നുള്ള അഡ്രസ് ഇരിക്കുന്നത് എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും അല്ലേ. അത് ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവും. പ്രോഗ്രാം കൗണ്ടർ is the only register that does not have an internal address. അപ്പം സ്വന്തമായിട്ട് അഡ്രസ് ഇല്ലാത്ത ഒരു രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം അത്രയും കാര്യങ്ങൾ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ഡേറ്റ പോയിന്റർ എന്ന് ഓർക്കുക. ബോത്ത് ആർ 16-bit registers. ഓക്കെ, ദെൻ A and B registers. A and B registers എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 8051നകത്ത് 34 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. എത്രയാണ്? 34 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2 of these registers are used to hold the results of many instructions. അപ്പം നമുക്ക് അതിനകത്ത് ഉള്ള 2 എണ്ണത്തിലാണ് നമ്മൾ ഈ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രജിസ്റ്റേഴ്സ് ആണ് ഈ A and B registers.
അപ്പോൾ എ ആണ് കൂടുതലും നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലും ഡിവിഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേഷൻസിൻ്റെയൊക്കെ റിസൾട്ടാണ് ബി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ നമുക്ക് 34 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉള്ളതിൽ 2 എണ്ണമാണ് എ ആൻഡ് ബി. ബാക്കി എത്രയാണ്? 32 രജിസ്റ്റേഴ്സ് അല്ലേ? ആ 32 രജിസ്റ്റേഴ്സിനെ 4 രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 32 രജിസ്റ്റേഴ്സിനെ 4 രജിസ്റ്റർ ബാങ്ക് ആയിട്ട് റാമിൻ്റെ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ രജിസ്റ്റർ എ എന്ന് നമുക്ക് വേറൊരു പേര് വിളിക്കാം, അക്യുമുലേറ്റർ രജിസ്റ്റർ. സോ രജിസ്റ്റർ എ ഈസ് അതർവൈസ് നോൺ ആസ് അക്യുമുലേറ്റർ രജിസ്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. 8051-നകത്ത് 34 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ 2 എണ്ണമാണ് എ ആൻഡ് ബി. ബാക്കി 32 രജിസ്റ്റേഴ്സിനെ 4 രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, റാമിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലാഗ് ആൻഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഫ്ലാഗ് ആൻഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിനകത്താണ് നമ്മൾ ഓരോ ഫ്ലാഗ് ബിറ്റ് ഇരിക്കുന്നത് അല്ലേ? ആ ഫ്ലാഗ് ബിറ്റ് നമ്മൾ ഓരോ എക്സിക്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫ്ലാഗ് ബിറ്റിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? സെറ്റ് ആവും. അപ്പം 8051-ൻ്റെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0, 1, 2, 3, 4, 5, 6, 7 അല്ലേ? 8 ബിറ്റ്സ് ആണുള്ളത്. അപ്പം ഇതിനകത്തുള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരിറ്റി ഫ്ലാഗ്, ദെൻ ഓവർഫ്ലോ ഫ്ലാഗ്, ദെൻ 2 എണ്ണം RS0-യും RS1. ദിസ് ഈസ് ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് അല്ലേ? ഈ തേർഡ് ആൻഡ് ഫോർത്ത് എന്നുള്ളത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ RS0-യും RS1 ആണ്. നമ്മളിപ്പം പറഞ്ഞു 32 രജിസ്റ്റേഴ്സിനെ 4 ബാങ്ക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ആ ബാങ്ക്സിനെ സെലക്ട് ചെയ്യാൻ ഏത് രജിസ്റ്ററിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ബാങ്കിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ ഒരു രജിസ്റ്റർ സെലക്ട് ആണ് ഈ 2 പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൽ ഈ 2 ബിറ്റ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 00 ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് 0-നെ സെലക്ട് ചെയ്യും, 01 ആണെങ്കിൽ ബാങ്ക് 1-നെ, 10 ആണെങ്കിൽ ബാങ്ക് 2-നെ, 11 ആണെങ്കിൽ ബാങ്ക് 3-നെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസർ ഫ്ലാഗ് ആണ്, ഫ്ലാഗ് 0. ദെൻ AC എന്ന് പറഞ്ഞാൽ ഓക്സിലറി ക്യാരി ഫ്ലാഗും, ദെൻ CY എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ്. നമ്മൾ ഈ ഫ്ലാഗിൻ്റെ എല്ലാ ഓപ്പറേഷൻസ് സാധാരണ മ്യൂപ്പിലെ പോലെ തന്നെ സെറ്റ് ആവുകയും റീസെറ്റ് ആവുകയും ചെയ്യും ബൈ ദി അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്ലാഗ്സ് എന്ത് ചെയ്യും? സെറ്റോ റീസെറ്റോ അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതൊരു 8 ബിറ്റ് ആണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ഓരോ ബിറ്റും ഓരോ ഫ്ലാഗിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലാഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പാരിറ്റി ഫ്ലാഗ്, ദെൻ ഓവർഫ്ലോ ഫ്ലാഗ്, ദെൻ ഓക്സിലറി ക്യാരി ഫ്ലാഗ്. അപ്പോൾ അത് 4 എണ്ണം നമ്മുടെ മാത്തമാറ്റിക്കൽ ഫ്ലാഗ്സ് ആയിട്ട് വരും അല്ലേ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 ഫ്ലാഗ്സും, ദെൻ അതർ 3 ഫ്ലാഗ്സ് ഏതൊക്കെയാണ്? ജനറൽ പർപ്പസ് ഫ്ലാഗ്സ് ആണ് അല്ലേ? അതായത് F0 എന്ന് പറഞ്ഞാൽ യൂസർ ഫ്ലാഗ് ആണ്. ദെൻ RS0-യും RS1-ഉം അത് നമുക്ക് രജിസ്റ്റർ സെലക്ട് ചെയ്യാനുള്ള, 00 ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് 0 സെലക്ട് ചെയ്യും, 01 ആണെങ്കിൽ ബാങ്ക് 1, 10 ആണെങ്കിൽ ബാങ്ക് 2, 11 ആണെങ്കിൽ ബാങ്ക് 3 സെലക്ട് ആവും. അപ്പോൾ അത്രയാണ് ആ ഒരു പോർഷനിൽ വരുന്നത്, ഫ്ലാഗ് ആൻഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. നെക്സ്റ്റ് ഈസ് ഇന്റേണൽ മെമ്മറി. ഇന്റേണൽ റാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 8051-നകത്ത് 128 ബൈറ്റുള്ള ഇന്റേണൽ റാമും ഉണ്ട്, 4 കിലോബൈറ്റുള്ള ഇന്റേണൽ റോമും ഉണ്ട്. അപ്പോൾ ഇന്റേണൽ റാം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 128 ബൈറ്റ് ഇന്റേണൽ റാം ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റു 3 ഡിസ്റ്റിങ്ക്റ്റീവ് ഏരിയാസ്. അപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റീവ് ഏരിയാസ് ആയിട്ടാണ് ഈ 128 ബൈറ്റിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനകത്ത് കാണുന്ന ഈ രജിസ്റ്റർ ബാങ്ക്സ്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ, റാമിന് നമ്മൾ 3 ഏരിയാസ് ആയിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ബാങ്ക്സ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ആണ്, സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബാങ്ക്, ദെൻ സെക്കൻഡ് ഒരു ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആണ്, തേർഡ് വൺ ഇസ് ബൈറ്റ് അഡ്രസ്സിബിൾ ഏരിയ. അപ്പോൾ എൻറ്റയർ 128 ബൈറ്റ്സ് ഓഫ് റാം ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഡിസ്റ്റിങ്ക്റ്റീവ് ഏരിയാസ്. ഫസ്റ്റ് വൺ എന്താണ്? ഫ്രം ദ ഫിഗർ
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആ ബാങ്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബാങ്ക് 0 തൊട്ട് ബാങ്ക് 3 വരെ. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 അല്ലേ. അപ്പോൾ ആ ഒരു അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 00 തൊട്ടിട്ട് 1F വരെ. അപ്പോൾ 00 തൊട്ടിട്ടുള്ള 1F വരെയുള്ള 32 ബൈറ്റ്സിനെ അല്ലേ, 00H തൊട്ട് 1FH വരെയുള്ള 32 ബൈറ്റ്സിനെ 32 വർക്കിംഗ് രജിസ്റ്റേഴ്സ് ആർ ഡിവൈഡ് ഇൻറ്റു 4 രജിസ്റ്റർ ബാങ്ക്. അപ്പോൾ ഈ ഓരോന്നും ഓരോ രജിസ്റ്റേഴ്സ് ആണ് അല്ലേ. ആ ഓരോ രജിസ്റ്റേഴ്സിനെ നമ്മൾ 8 എണ്ണം ചേരുമ്പം ഒരു രജിസ്റ്റർ ബാങ്ക് ആക്കും. അതാണ് രജിസ്റ്റർ ബാങ്ക് 0. അതുപോലെ അടുത്ത 8 എണ്ണം ചേരുമ്പോൾ അടുത്ത രജിസ്റ്റർ ബാങ്ക് ആക്കും, രജിസ്റ്റർ ബാങ്ക് 1. ദെൻ നെക്സ്റ്റ് രജിസ്റ്റർ ബാങ്ക് 2, രജിസ്റ്റർ ബാങ്ക് 3. അപ്പം ഇതാണ് 128 ബൈറ്റിലെ ഫസ്റ്റ് പോർഷൻ. 3 ഏരിയാസ് ആയിട്ടാണ് 128 റാമിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോർഷനാണ് ഈ 32 ബൈറ്റ്സ് വരുന്നത്. റിമൈനിങ് 00 തൊട്ട് 1F കഴിഞ്ഞു. അടുത്തത് 20 തൊട്ട് 2F വരെയുള്ള പോർഷൻ. 20 അഡ്രസ് തൊട്ട് 2F വരെയുള്ള 16 ബൈറ്റിനെ നമ്മൾ എന്താണ്, അതൊരു 128 ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആണ്. അത് ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നോക്കിക്കേ, ബിറ്റ് അഡ്രസ്സിബിൾ എന്ന് പറയാൻ കാരണം അതിനകത്ത് തന്നെയുള്ള 20 തൊട്ട് 2Fൽ തന്നെ ഫസ്റ്റ് പോർഷൻ അതിനെ തന്നെ 00, 01, 02, 03, 05, 04, 05, 06 അങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബിറ്റ് അഡ്രസ്സിബിൾ ആയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് 20 തൊട്ട് 2F വരെയുള്ള രജിസ്റ്റേഴ്സിനെ ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ എന്ന് പറയാം. അതായത് ഓരോ രജിസ്റ്റേഴ്സിനെ എടുത്തിട്ട് അതിനകത്തുള്ള ഓരോ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അത് ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആയിട്ട് വരുന്നത്. റേഞ്ച് 20 തൊട്ട് 2F വരെ. നെക്സ്റ്റ് ഈസ് ഒരു ബൈറ്റ് അഡ്രസ്സിബിൾ ഏരിയ ഉണ്ട്. എബൌട്ട് 30 തൊട്ട് 7F വരെയുള്ള ബാക്കി പോർഷൻ, 30H തൊട്ട് 7FH വരെയുള്ള ബാക്കി പോർഷൻസ് ആണ് ബൈറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആണ്. അപ്പം നമ്മൾ എൻറ്റയർ 128 ബൈറ്റ്സിനെ 3 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു 32 ബൈറ്റിനെ നമ്മൾ ബാങ്ക്സ് ആയിട്ട്, രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 16 ബൈറ്റ് റാമിന് നമ്മൾ ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആക്കിയിട്ടുണ്ട്. ബാക്കി റിമൈനിങ് 30 തൊട്ട് 7F വരെയുള്ള പോർഷൻസിന് മൊത്തത്തിൽ ഒരു ബൈറ്റ് അഡ്രസ്സിബിൾ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ആയിട്ടാണ് എടുക്കുന്നത് ബൈറ്റ് അഡ്രസ്സിബിൾ. ഇതിനകത്താണെങ്കിൽ ഒരു രജിസ്റ്ററിനെ തന്നെ വീണ്ടും ബിറ്റ് പൊസിഷൻസ് അലോക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇൻറ്റേർണൽ മെമ്മറി ഓഫ് 8051. ദെൻ ഇതിനകത്ത് തന്നെ വരുന്നതാണ്, ഈ മെമ്മറിക്കകത്തുള്ളതാണ് സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിൻ്റർ. സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 8 ബിറ്റ് ആണ്. ഇൻറ്റേർണൽ മെമ്മറിയുടെ കൂടെ തന്നെ വരുന്നതാണ് സ്റ്റാക്ക് പോയിൻ്റർ, സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് പോയിൻ്റർ. ഇപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ 8 ബിറ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും 07H എന്നുള്ള പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഡേറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാക്ക് അല്ലേ. അപ്പോൾ സ്റ്റാക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാക്ക് പോയിൻ്റർ എവിടെ പോയി നിൽക്കും, 07H എന്നുള്ള അഡ്രസ്സിൽ പോയി നിൽക്കും. അപ്പോൾ നമുക്കിനി when data is to be placed on the stack, നമുക്ക് സ്റ്റാക്കിലേക്ക് ഡേറ്റ വെക്കണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യില്ല, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഡേറ്റനെ എടുക്കും, അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ആ ഡേറ്റ കൊടുത്തതിന് ശേഷം ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ സ്റ്റാക്കിലേക്ക് എപ്പോഴാണോ നമുക്ക് ഡേറ്റ വെക്കേണ്ടത്, സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഡേറ്റ എടുക്കും. ഡേറ്റേനെ നമ്മൾ റിട്രീവ് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് വന്നേക്കും. പിന്നെ അവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, റീസെറ്റ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ വന്ന് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ 07Hലാണ്. അതൊരു MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ദെൻ ഒരു 4 KB ഇൻറ്റേർണൽ റോമും കൂടെ ഇതിനകത്ത് ഓൺ ചിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയിൽ 3 കാര്യം ഓർക്കുക. ഇൻറ്റേർണൽ മെമ്മറീനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഇൻറ്റേർണൽ മെമ്മറിക്കകത്ത് വരുന്നതാണ് ഇൻറ്റേർണൽ റാമും റോമും ഈ സ്റ്റാക്ക് മെമ്മറിയും. അപ്പോഴത്തേക്കും റാം എന്ന് പറഞ്ഞാൽ 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ 4 രജിസ്റ്റർ ബാങ്ക് ഏരിയ, ദെൻ ഒരു ബിറ്റ് അഡ്രസ്സിബിൾ ഏരിയ, ദെൻ ബൈറ്റ് അഡ്രസ്സിബിൾ ഏരിയ. ദെൻ റോം എന്ന് പറഞ്ഞാൽ 4 KB ഓഫ് റോം ആണ്. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അതുപോലെ തന്നെ ഓൺ റീസെറ്റിൽ അത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 07H എന്നുള്ള പൊസിഷനിലായിരിക്കും. നെക്സ്റ്റ് ഈസ് IO പോർട്സ്. അപ്പോൾ IO പോർട്സ് നമുക്കറിയാം 4 സെറ്റ് IO പോർട്സ് ആണുള്ളത് അല്ലേ. 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആണ് 8051 ആർക്കിടെക്ചറിനകത്തുള്ളത്. ആ 4 എണ്ണത്തിനെ 8 ബിറ്റ് പോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. P0, P1, P2, P3. അപ്പോൾ പോർട്ട് 0യും പോർട്ട് 1ഉം പോർട്ട് 2 എന്ന് പറഞ്ഞാൽ പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 എല്ലാം ഒരു ഫംഗ്ഷൻ മാത്രം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഒന്നുകിൽ ഇൻപുട്ടിൽ നിന്ന് മൈക്രോ കൺട്രോളറിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമുള്ളതാണ് P0, P1, P2. അപ്പോൾ P0 എന്നുള്ള പോർട്ടിനെ നമ്മൾ പിൻ ഡയഗ്രാം പഠിക്കുമ്പോഴത്തേക്കും ആ പോർട്ട് ആ പിൻസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ P0 എന്നുള്ളത് P0.0, P0.1, P0.2, P0.3 അങ്ങനെ അപ് ടു P0.7 അങ്ങനെയുള്ള ഒരു 8 പോർട്സ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പോർട്ട് 1നെയും പോർട്ട് 1 P1.0, 1.1, 1.2 അപ് ടു 1.7. ദെൻ പോർട്ട് 2 എന്ന് പറഞ്ഞാൽ അതും P2.0, P2.1 അപ് ടു P2.7 വരെയുള്ള ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോർട്ട് 0 എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ലോവർ ഓർഡർ അഡ്രസ് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ബൈ ഡയറക്ഷണൽ ലോവർ ഓർഡർ അഡ്രസ് ബാർ ഡേറ്റ. അതുപോലെ പോർട്ട് 1 എന്ന് പറഞ്ഞാൽ അതിന് ഡ്യുവൽ ഫംഗ്ഷൻ ഒന്നുമില്ല, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആണ്. അതുപോലെ തന്നെ പോർട്ട് 2 എന്ന് പറഞ്ഞാൽ ഹയർ ഓർഡർ അഡ്രസ് and in connection with the port 0 lower order address to address external memory. അപ്പോൾ പോർട്ട് 2 എന്ന് പറഞ്ഞാൽ പോർട്ട് 2 emits higher order address A8 to A15 in connection with the port 0 lower order address to address external memory. അപ്പം പോർട്ട് 0 എന്ന് പറഞ്ഞാൽ ലോവർ ഓർഡർ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം 8 ബിറ്റ് ആണ്, പക്ഷേ അഡ്രസ്സ് എന്താണ് 16 ബിറ്റ് ആണ് അല്ലേ. അപ്പോൾ അഡ്രസ്സിന് 16 ബിറ്റ് വരുമ്പോഴത്തേക്കും ലോവർ ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നത് പോർട്ട് 0യും ഹയർ ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നത് പോർട്ട് 2 ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2. ഈ പോർട്ട് 3 ആണ് കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ടത്. കാരണം പോർട്ട് 3 എന്ന് പറയുമ്പോഴത്തേക്കും അത് മൾട്ടി ഫങ്ഷണൽ ആണ്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആക്ട് ചെയ്യുന്നത് കൂടാതെ അതിനൊരു ഡ്യുവൽ ഫംഗ്ഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് പോർട്ട് 3യുടെ വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 വെച്ചിട്ട് 32 പിൻസ് ആണ് മൊത്തം ഉള്ളത്. ഓരോ പോർട്ടിനും കറസ്പോണ്ടിങ് 8 പിന്ന്. അപ്പോൾ പോർട്ട് 0 എന്ന് പറഞ്ഞാൽ ലോവർ ഓർഡർ അഡ്രസ്സ് അല്ലെങ്കിൽ ഡേറ്റ ക്യാരി ചെയ്യുന്നത്. ഡേറ്റ 8 ബിറ്റേ ഉള്ളൂ, അതുകൊണ്ട് അത് പോർട്ട് 0 തന്നെ ഹാൻഡിൽ ചെയ്യും. ദെൻ ഈ ലോവർ ഓർഡർ അഡ്രസ്സിൻ്റെ ബാക്കി ഹയർ ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നത് പോർട്ട് 2 ആണ്. അതുപോലെ പോർട്ട് 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ IO പിൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് പോർട്ട് 3യുടെ മൾട്ടി ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. സോ ദിസ് ഈസ് ദി മൾട്ടി ഫങ്ഷൻ ഓഫ് പോർട്ട് 3. അല്ലെ, പോർട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട് 3.0, പോർട്ട് 3.1, പോർട്ട് 3.2 അങ്ങനെ പോർട്ട് 3.7 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ 3.0യും 3.1ഉം സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പം 3.0യും 3.1 എന്നുള്ള പോർട്ടിൻ്റെ വേറൊരു ഫങ്ഷനാണ് എന്ത്? സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ പോർട്ട് 3.0 എന്ന് പറഞ്ഞാൽ റിസപ്ഷന് വേണ്ടിയിട്ടും റിസീവർ സെക്ഷനും ഇതെന്താണ്? ട്രാൻസ്മിറ്ററുമാണ്. അപ്പം പോർട്ട് 3.0 റിസീവ് ഡേറ്റ, ദെൻ 3.1 ട്രാൻസ്മിറ്റ് ഡേറ്റ. ദെൻ 3.2 എന്ന് പറയുമ്പോഴത്തേക്കും 3.2ഉം 3.3യും എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആണ് 3.2ഉം 3.3യും. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് പിൻ 0 × 0 × 1.
ദെൻ 3.4ഉം 3.5ഉം എക്സ്റ്റേണൽ ഇൻപുട്ട് ടു ടൈമർ ആണ്. ടൈമർ 0 T0 T1 ടൈമേഴ്സിനാണ് 3.4ഉം 3.5ഉം. എക്സ്റ്റേണൽ ഇൻപുട്ട് ടു ടൈമർ 0, എക്സ്റ്റേണൽ ഇൻപുട്ട് ടു ടൈമർ 1. ദെൻ 3.6ഉം 3.7 എന്ന് പറഞ്ഞാൽ റീഡ് റൈറ്റ് സിഗ്നൽസ് ഓഫ് എക്സ്റ്റേണൽ മെമ്മറീസ് ആണ്. റൈറ്റ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി, റീഡ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി. റൈറ്റ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി ആൻഡ് റീഡ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി. അപ്പം പോർട്ട് 3 എന്നുള്ളത് ഒരു മൾട്ടി ഫങ്ഷണൽ പിൻസ് ആണ്. അതിനകത്ത് 8 പിന്നാണുള്ളത്. 8നും ഉള്ള ഫങ്ഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് 2 എണ്ണം എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. 3.0 3.1. 3.0 റിസീവ് ആണ്, 3.1 ട്രാൻസ്മിറ്റ് ആണ്. അതുപോലെ 3.2ഉം 3.3ഉം എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ INT0ഉം INT1ഉം. അതുപോലെ 3.4ഉം 3.5ഉം ടൈമേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഇൻപുട്ട് ടു ടൈമർ 0 ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്ട് ടു ടൈമർ 1. ദെൻ റൈറ്റും റീഡുമാണ് 3.6ഉം 3.7ഉം. 3.6 എന്ന് പറഞ്ഞാൽ റൈറ്റ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി ആൻഡ് റീഡ്സ് 3.7 ഈസ് റീഡ് സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. താങ്ക് യു.